ഹലോ ഓൾ. നമ്മൾ ഇന്ന് മഷ്റൂം ഫ്രൈയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇൻസ്റ്റാമാർട്ടിൽ 1 രൂപയ്ക്ക് എനിക്ക് കിട്ടിയ ബട്ടൺ മഷ്റൂമാണ് കേട്ടോ ഇത്. മാർക്കറ്റ്സിൽ ഇന്ന് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ നമുക്ക് ഓയിസ്റ്റർ മഷ്റൂം അവൈലബിൾ ആണ്. കുറച്ചും കൂടി ക്ലീനിങ്ങിന് എളുപ്പം എനിക്ക് തോന്നുന്നു ഓയിസ്റ്റർ മഷ്റൂം ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു അരമണിക്കൂർ, കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിത് ഇട്ട് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ മിഡിൽ പോർഷൻ ആദ്യം തന്നെ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് അത് കത്തി കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരു വൈറ്റ് കളറിലെ പാട പോലെ ഉണ്ടാവും, അത് നന്നായിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ കുട പോലുള്ള ഭാഗം നമ്മളെടുത്തിട്ട് അതിലും ഒരു തൊലിയുണ്ട്, അത് നന്നായിട്ട് പീൽ ഓഫ് ചെയ്യുക. അപ്പോൾ കത്തി കൊണ്ട് മുകളിൽ നിന്ന് താഴത്തേക്കാണ് ഞാൻ ചെയ്യാറ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളിലത്തെ പോർഷൻ നമുക്കിനി ക്ലീൻ ചെയ്യാം. ഉള്ളിൽ ഇതുപോലെ ബ്ലാക്ക് കളറിൽ കാണാം. അപ്പോൾ ഇത് ചിലവരൊന്നും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ബ്ലാക്ക് പോർഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്യാറില്ല. പക്ഷേ ഞാനിത് എനിക്ക് മോനും കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട്, മോനിത് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കണതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്യാറുണ്ട്. കണ്ടോ, ഞാൻ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത മഷ്റൂം ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ ഇതുപോലെ തന്നെ മിഡിൽ പോർഷനൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ ക്ലീൻ ചെയ്യുകയാണ്. ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉൾഭാഗം ക്ലീൻ ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ചൊക്കെ ബ്ലാക്ക് കളർ ഇരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ നീളത്തിലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഈ ഓയിസ്റ്ററൊക്കെ മഷ്റൂംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം നല്ല തണുത്തതായിരിക്കണമല്ലോ, നല്ല മോയ്സ്ചർ നിറഞ്ഞ സ്ഥലത്താണ് ഇത് ഉണ്ടാക്കണത്. നല്ല വെള്ളമൊക്കെ സ്പ്രേ ചെയ്യണം, അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടാവും. അതുകൊണ്ട് കുക്കാവാൻ പെട്ടെന്ന് എളുപ്പമാണ്. നമ്മൾ ഇതിൽ അഡീഷണൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ തന്നെ വെള്ളത്തിൽ കിടന്ന് ഇത് കുക്കായിക്കോളും. അപ്പോൾ കുക്കാവുമ്പോൾ ഇത് ഭയങ്കര തീരെ കുഞ്ഞായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി നീളത്തിലുള്ള പീസായിട്ട് ഇത് എടുക്കുന്നത്. കണ്ടോ, അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ഇഞ്ചിയുടെ ചെറിയ കഷ്ണം, ഒരു 6-7 വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരാൻ നേരത്ത് അതിലേക്ക് കോക്കനട്ട് ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ആദ്യം ഉള്ളി ചേർത്ത്, ഉള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ സവാള ആയിട്ട് എടുത്തിട്ടുള്ളത്, അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ പേസ്റ്റ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിക്കുക. അതിനുശേഷം കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഇപ്പം നമുക്ക് മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ ഒരു മസാലയുടെ കുത്ത് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് സോട്ടായി വരാൻ നേരത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ആഡ് ചെയ്ത് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 5 to 8 മിനിറ്റ്സ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. എനിക്കിത് ഫ്രൈ ആണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നവരെ വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക് യു.